പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 217 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ഇരണേവൂസിനെ കുറിച്ചാണ്. ഏഷ്യ മൈനർ നിവാസിയൻ കരുതപ്പെടുന്ന വിശുദ്ധ ഇരണേവൂസിന്റെ ജനനം 120-ലായിരുന്നു. സത്യക്രിസ്ത്യാനികളായിരുന്ന ഇരണേവൂസിന്റെ മാതാപിതാക്കൾ വിശുദ്ധനെ അദ്ദേഹത്തിന്റെ യൗവനത്തിൽ തന്നെ സ്മിർനായിലെ മെത്രാനായി വിശുദ്ധ പോളികാർപ്പിന്റെ ശിക്ഷണത്തിൽ ഏൽപ്പിച്ചു. പിൽക്കാലത്ത് വിശുദ്ധന്റെ തിരുസഭയുടെ ആഭരണവും ശത്രുക്കളുടെ ഭീതിയുമായി മാറ്റുന്നതിന് കാരണമായ ദൈവശാസ്ത്രത്തിലെ അഗാധമായ പാണ്ഡിത്യം നേടുന്നത് ഈ പരിശുദ്ധമായ വിദ്യാലയത്തിൽ വെച്ചാണ്. വിശുദ്ധ പോളികാർപ്പ് തന്റെ ശിഷ്യന്റെ പ്രതിഭയെ ആളിക്കത്തിക്കുകയും തന്റെ ധർമ്മോപദേശത്താലും മാതൃകയാലും ശിഷ്യന്റെ മനസ്സിൽ ശക്തമായ ദൈവഭക്തിയെ രൂപപ്പെടുത്തുകയും തന്റെ ഉത്തമനായ ഗുരു വാഗ്ദാനം ചെയ്ത എല്ലാ നേട്ടങ്ങളും അരുമയായ ശിഷ്യൻ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുകയും ചെയ്തു. തന്റെ ഗുരുവിനോടുള്ള ശിഷ്യന്റെ ബഹുമാനം അപാരമായിരുന്നു. ഗുരുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്മയെയും സസൂക്ഷ്മം വീക്ഷിക്കുകയും അവയെ തന്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത വിശുദ്ധ പോളികാർപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഒട്ടും തന്നെ അലംഭാവമില്ലാതെ ഇരണേവൂസ് തന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു. തന്റെ കാലഘട്ടത്തിലെ മതവിരുദ്ധവാദങ്ങളെ നേരിടുന്നതിനായി അദ്ദേഹം വിജാതീയ തത്വചിന്തകരുടെ പൊള്ളയായ ആശയങ്ങളുമായി പരിചയപ്പെടുകയും അതുമൂലം അവയിലെ മുഴുവൻ തെറ്റുകളും അതിന്റെ ഉത്ഭവം മുതൽ കണ്ടുപിടിക്കാനും കഴിവ് നേടുകയും ചെയ്തു. തന്റെ രചനകൾ വഴി ടെർട്ടുലിയൻ, തിയോഡോറ്റ്, വിശുദ്ധ എപ്പിടാഫൂസ് തുടങ്ങിയ മഹാരഥന്മാരുമായി വിശുദ്ധന് ബന്ധമുണ്ടായിരുന്നു. അക്കാലഘട്ടങ്ങളിലെ അന്ധകാരത്തിൽ പ്രകാശം പരത്തിയ സത്യത്തിന്റെ തീപ്പന്തം എന്നായിരുന്നു വിശുദ്ധ എഫിനാസൂസ് ഇരണേവൂസിനെ വിശേഷിപ്പിച്ചിരുന്നത്. കുറച്ചു വർഷങ്ങൾ ഇരണേവൂസ് കിഴക്കൻ തത്വവാദികളുടെയും ചിന്തകരുടെയും തെറ്റുകളെ പ്രതിരോധിച്ചതിനു ശേഷം വിശുദ്ധ പോളികാർപ്പ് വിശുദ്ധനെ ഗൗളിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ മാത്രം വേരുറപ്പിച്ചു തുടങ്ങിയ ക്രിസ്തീയതയെ തുരത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏഷ്യ മൈനറിലെ നിരവധി മതവിരുദ്ധവാദികൾ ഗൗഡിലേക്ക് കുടിയേറിയിരുന്നു. ഏതാണ്ട് 40ഓളം ക്രിസ്ത്യാനികൾക്കൊപ്പം യേശുവിന്റെ ധീരനായ പോരാളി ലിയോണിലെ മെത്രാനായിരുന്ന വിശുദ്ധ പൊത്തിനൂസിനെ സഹായിക്കുവാനായി ലിയോണിലേക്ക് പോയി. വിശുദ്ധ പൊത്തിനൂസ് ഇതിനോടകം തന്നെ വൃദ്ധനായി കഴിഞ്ഞിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ സഭയിലെ പുതു ക്രിസ്ത്യാനികൾക്ക് ദുർമാർഗപരമായ തത്വങ്ങളിൽ നിന്നും സത്യത്തെ വേർതിരിച്ചറിയാനുള്ള വിവേചന ശക്തി എല്ലായ്പ്പോഴും ഇല്ലാതായിരുന്നു. വിശുദ്ധ പൊത്തിനൂസ് ഇരണേവൂസിനെയും സഹചാരികളെയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അധികം താമസിയാതെ വിശുദ്ധ ഇരണേവൂസിനെ പട്ടം നൽകുകയും ചെയ്തു. വൃദ്ധനായ മെത്രാന്റെ വലതുകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെ തന്റെ ആവേശം കാരണം രക്തസാക്ഷിയാകേണ്ട ഏതാണ്ട് 100-ൽ പരം സന്ദർഭങ്ങൾ വരെ ഉണ്ടായി. എന്നാൽ ദൈവം 25 വർഷങ്ങളോളം ആ കിരീടം വിശുദ്ധനായി കാത്തു സൂക്ഷിച്ചു. 177-ൽ വിശുദ്ധ പൊത്തിനൂസ് ഒരു രക്തസാക്ഷിയായി മരണപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനെ തുടർന്ന് വിശുദ്ധ ഇരണേവൂസ് ലിയോണിലെ 2ാമത്തെ മെത്രാനായി അഭിഷിക്തനായി. ലിയോണിലെ ക്രിസ്തുമതം നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണെന്ന് മതപീഡകർ കരുതിയിരുന്നത്. അതിനാൽ കുറച്ചു കാലങ്ങളോളം അവർ തങ്ങളുടെ പീഡനങ്ങൾക്ക് വിരാമമിട്ടു. സഭയുടെ ഈ മഹാനായ പണ്ഡിതൻ നിരവധി പ്രധാനപ്പെട്ട രചനകളുടെ ഉടമയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസത്തെ വിശദീകരിച്ചുകൊണ്ട് മതവിരുദ്ധവാദത്തിനെതിരായിട്ടുള്ള വിശുദ്ധന്റെ രചനയാണ്. തന്റെ പ്രബോധനങ്ങളാൽ വിശുദ്ധ ഇരണേവൂസ് കുറച്ചു നാളുകൾക്കുള്ളിൽ ഏതാണ്ട് മുഴുവൻ രാജ്യത്തെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. ലോണിലെ ക്രിസ്ത്യാനികൾ അവരുടെ ആർജവത്താലും അത്യാഗ്രഹത്തെ ഉപേക്ഷിക്കുകയും അവരുടെ ദാരിദ്ര്യത്തിലും വിശുദ്ധിയിലും ക്ഷമയിലും അവർ മറ്റുള്ളവർക്ക് മാതൃകയാവുകയും അതുവഴി തങ്ങളുടെ മതത്തിന് നേരിടേണ്ടി വന്ന നിരവധി കുഴപ്പങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു. അപ്പസ്തോലനായിരുന്ന യോഹന്നാന്റെ ശിഷ്യനും തന്റെ ഗുരുവുമായിരുന്ന വിശുദ്ധ പോളികാർപ്പിനെ അനുകരിക്കുന്നത് ഇരണേവൂസ് തുടർന്നുകൊണ്ടിരുന്നു. വിശുദ്ധന്റെ കീഴിൽ ലിയോണിലെ സഭ വളരെയേറെ പുരോഗതി പ്രാപിച്ചു. ഏതാണ്ട് 80 വർഷങ്ങളോളം ദൈവസേവനം ചെയ്തതിനു ശേഷം 202 സെപ്റ്റിമസ് നിരോസിന്റെ കീഴിൽ വിശുദ്ധൻ മറ്റു നിരവധി പേർക്കൊപ്പം രക്തസാക്ഷി മകുടം ചൂടി. സെവേരോസിന്റെ ഭരണത്തിൽ 10ാം വാർഷികത്തിൽ മതപീഡനത്തിനുള്ള രാജശാസനം ലിയോണിലും എത്തി. ഈ ആഘോഷത്തിന്റെ പേരിലുള്ള ദുരാചാരങ്ങളിലും കാമാസക്തിയിലും പങ്കെടുക്കുവാൻ വിസമ്മതിച്ചു ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ആഘോഷത്തെ വിജാതിയർ കണ്ടിരുന്നത്. കൊലപാതകികൾ കടാരകളും കല്ലുകളും കത്തികളുമായി നഗരത്തിൽ അഴിഞ്ഞാടുകയും നഗരത്തെ ചോരക്കളമാക്കി മാറ്റുകയും ചെയ്തു. ദൈവം തന്റെ ദാസർക്ക് നൽകുന്ന ഏറ്റവും പരമ മഹത്വമായ രക്തസാക്ഷിത്വം ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ തങ്ങളെ മെത്രാനോടൊപ്പം പുൽക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. അടുത്തു നിൽക്കുന്നവർ ആരാണെന്നറിയാൻ കഴിയാത്തതാണ് എല്ലാ അന്വേഷണങ്ങളുടെയും പരാജയം. മരുഭൂമിയിലും മലമുകളിലുമുള്ള അമാനുഷികരെ കണ്ടെത്താനുള്ള ദീർഘയാത്ര മാത്രമല്ല ജീവിതം. സമീപത്തുള്ള സുമനസ്സുകളെയും നിഷ്കളങ്കരെയും കൂടി തിരിച്ചറിയാൻ കഴിയണം. എത്തിപ്പിടിക്കാനാവാത്തതിനെ മാത്രം അത്ഭുതത്തോടെയും അസൂയയുടെയും കൂടി വീക്ഷിച്ച് ആവേശഭരിതരാകുന്നവർക്ക് കൈപ്പിടിയിലുള്ളതിന്റെ മഹിമ മനസ്സിലാകില്ല. അടുത്തുള്ളവന്റെയും അയൽപ്പക്കത്തുള്ളവന്റെയും വിശുദ്ധി അംഗീകരിക്കാൻ സ്വന്തം അഹംഭാവം സമ്മതിക്കുകയുമില്ല.
അകലെയുള്ളതിനോട് തോന്നുന്നതിൽ 1/10 അടുത്തുള്ളതിനോട് തോന്നിയിരുന്നെങ്കിൽ പരിസര ശുചിത്വം പോലും സാധ്യമായേനെ. പലരും സ്വന്തം നാട് വൃത്തിഹീനമാക്കിയ ശേഷം വെടിപ്പുള്ള നഗരങ്ങൾ കാണാനായി ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കും. നാട്ടിലുള്ളതിനെ കുറിച്ച് എല്ലാം അപവാദം പറഞ്ഞതിനു ശേഷം വിശുദ്ധനെ തേടി വിദേശങ്ങളിലേക്ക് യാത്ര തിരിക്കും. അടുത്തുള്ളവരുടെ അശുദ്ധിയുടെ തെളിവും തൂക്കി നടക്കാതെ അവരിലെ വിശുദ്ധിയുടെ വെളിച്ചം തിരിച്ചറിയാനായാൽ എല്ലാ നാടും വിശുദ്ധമാകും. ഏവർക്കും നന്ദി.